ഈ ഇരിക്കുന്ന ഉറക്കം തൂങ്ങുന്ന തൂക്കം കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ ഞാൻ വിളിച്ചതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്? എങ്കിലാണ് ഞാൻ വിളിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇരുന്ന് ആടുക. കുറേ നേരം ആടിയും തലചൊറിഞ്ഞൊക്കെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായതുകൊണ്ട് ഞാനത് വേഗം വീഡിയോ എടുത്ത് എന്നിട്ട് വേഗം ഓടിപ്പോയി. ഞാനങ്ങ് ലൈറ്റിട്ട്, എങ്കിലേ ആൾ നല്ലൊരു മൂടി വരുത്തുള്ളൂ. കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓടിപ്പോയി പല്ലി വെച്ചോളാം. അങ്ങനെ ഓടിപ്പോയി ബ്രഷ് ചെയ്യുന്നതായത്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു, മക്കളെ ഇന്ന് പഴങ്കഞ്ഞി കുടിക്കുമെന്ന് ചോദിച്ചു. ഇവളീ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ കുഞ്ഞമ്മ ഇരിപ്പുണ്ട്, അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു ആ കുടിക്കാമെന്ന് പറഞ്ഞു. അധികമൊന്നും ആലോചിച്ചില്ല, എങ്കിലും പറഞ്ഞു കുടിക്കാമെന്ന്. അന്നേരം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടി വന്ന് പഴങ്കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത്. സാധാരണ ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തലേന്നേ ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞ് വറക്കിയിടും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കേണ്ടതുണ്ടായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞിട്ട്. എന്നിട്ട് ഇന്നലെ നമ്മൾ വേവിച്ച ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ആ ചക്ക ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ല തണുത്ത ചക്കയായിരുന്നേ. ആ ചക്ക അതിനകത്തിട്ടിട്ട് നമ്മുടെ ഇന്നലെ വറ്റിച്ച് വെച്ച മീൻകറി, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. ഇപ്പം കാണുമ്പോഴും വൈന്ന് വെള്ളം വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മീൻകറിയൊക്കെ അതിനകത്ത് ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ചിലപ്രായിട്ട് എന്നിട്ട് നമ്മുടെ മീൻ വറുത്തത്, ഇന്നലത്തെ ചാള വറുത്തത്, നെയ്ച്ചാളയായിരുന്നു, എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. അപ്പോൾ നമ്മുടെ ചാള വറുത്തയൊക്കെ വെച്ച് പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു പപ്പടം വേണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു പപ്പടവും കൂടെ ചുട്ടെടുത്ത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് മോളെങ്കിൽ ഞാൻ കുടിക്കുന്ന കണ്ടുകൊണ്ടാണോ ഞാൻ പുരട്ടുന്ന കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല, എൻ്റെ കൂടെ ഇരുന്ന് ഞെവിടിയൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. വേണമെങ്കിൽ ആ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് തന്നോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.